welcome back to my channel. I am Ramya Harishankar. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് റെസിപ്പീസ് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സാധാരണ കുക്കിംഗ് വീഡിയോയും പ്ലാനിങ് വീഡിയോയും ഒക്കെയാണ് ഇപ്പോൾ റീസെൻ്റ്ലി കാണിച്ചു തരുന്നത്. മേക്കപ്പ് വീഡിയോ ഒക്കെയാണ്. ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് ഞാൻ വീട്ടിൽ തന്നെ, എനിക്ക് എന്തായാലും വീട്ടിൽ തലയിൽ തേക്കുന്ന എണ്ണയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുറേ ആയിട്ട് ഒരു 7-8 മാസമായിട്ട് ഞാൻ വീട്ടിൽ തന്നെയാണ് എണ്ണ കാച്ചി എടുക്കുന്നത്. അപ്പോൾ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് എണ്ണ കാച്ചി എടുക്കും. ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ കറിവേപ്പില ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ആകെ ചെറിയുള്ളി മാത്രമേ ഉള്ളൂ. സോ ഞാൻ ഇന്ന് എണ്ണ കാച്ചി എടുത്തിരിക്കുന്നത് വെറും ചെറിയുള്ളി ഇട്ടിട്ട് മാത്രമാണ് കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്തായാലും എണ്ണ കാച്ചി എടുക്കണമായിരുന്നു, തലയിൽ തേക്കാൻ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ചെറിയ ഉള്ളി ഇട്ടിട്ട് കാച്ചിയെടുത്ത എണ്ണയാണ്, കാച്ചിയ എണ്ണയാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഒനിയൻ ഹെയർ ഓയിൽ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ക്വാണ്ടിറ്റിയും അളവുകളും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ കുറച്ച് മാത്രം അരിച്ച ഒരു കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ്, ബാക്കി ആവുന്നേ ഉള്ളൂ. അപ്പം അതുകൂടെ ആയ ശേഷം വേണം വേറൊരു കുപ്പിയിലാക്കി വെക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. നല്ല മുടി, നല്ല തിക്ക് ഹെയറും ഡാൻഡ്രഫും ഒക്കെ പോകാൻ ഹെൽപ്ഫുള്ളായിരിക്കും. ഇതിലേക്ക് ഞാൻ ചെറിയുള്ളി മാത്രമാണ് ഇട്ട് എണ്ണ കാച്ചിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേറെയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളിയുടെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം എങ്ങനെയാണ് എണ്ണ കാച്ചേണ്ടതെന്നുള്ളത് നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയി കാണാം. അപ്പോൾ നമുക്ക് എണ്ണ കാച്ചാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. സവാളയെക്കാട്ടിലും ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പം ചെറിയ ഉള്ളി ഞാനിവിടെ ഏകദേശം ഒരു 1.5 കിലോയോളമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഇതിപ്പോൾ ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ ശരിക്കും ഒരു 800 ഗ്രാംസ് ഉണ്ട്. ഓക്കെ, അപ്പം 1.5-1.25 കിലോ ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്ത് അരച്ചത്. ഞാനത് വെയിറ്റ് നോക്കിയില്ല, എന്നാലും ഞാൻ അരച്ച ശേഷം വെയിറ്റ് നോക്കി. ഇപ്പോൾ കറക്റ്റായിട്ട് 800 ഗ്രാംസ് ഉണ്ട്. അപ്പം ഞാനിതിന് ഏകദേശം 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി അരയ്ക്കുന്ന സമയത്ത് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നല്ലെങ്കിൽ തൊലിയോടുകൂടെ അരച്ചെടുക്കാം, ഇല്ലെങ്കിൽ തൊലി ഇല്ലാതെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് തൊലിയോടുകൂടെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. 2 കാര്യം. ഒന്ന്, പണി എളുപ്പമാണ്, എല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നൊന്ന്, തൊലിയിൽ ധാരാളം ഗുണങ്ങൾ ഉണ്ട്. നമുക്ക് മുടി വളരാൻ ആവശ്യമുള്ള ഡാൻഡ്രഫ് പോകാനും ഒക്കെ, ഹെയർ ഗ്രോത്തിനും ഹെയർ സ്ട്രെങ്തനിങ്ങിനും ഒക്കെ വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തൊലിയിലില്ല, ചെറിയ ഉള്ളിയുടെ തൊലിയിലും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തൊലി മാറ്റിയിട്ടില്ല. കുറച്ചുകൂടി ഈസി ജോബുമാണ്. അപ്പം എല്ലാം കൂടെ അങ്ങനെ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ ഒന്ന് എണ്ണ കാണിച്ചു തരാം. ഓക്കെ, ഇനി എണ്ണയുടെ കാര്യം പറയാം. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണ എടുക്കാം. ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ബ്രാൻഡ്, അല്ലെങ്കിൽ അധികം കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് തോന്നിയ ബ്രാൻഡ് നിങ്ങൾക്ക് വാങ്ങാം. ഓക്കെ, അപ്പം ഞാൻ 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതിപ്പോൾ കത്തിച്ചിട്ട് ഞാൻ എണ്ണയും ചെറിയ ഉള്ളിയും കൂടെ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ നിറഞ്ഞിരിക്കുകയാണ്, പേടിക്കണ്ട. ഇട്ട ചെറിയ ഉള്ളിയൊക്കെ ഇപ്പം മുരിഞ്ഞ് ചെറുതായിട്ട് ഇതിൽ കുഞ്ഞതായി കാണാം. ഇതിൻ്റെ ഭാഗ്യം ഇനി കാണുള്ളൂ. അപ്പം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട്, ഒരുപാട് ഹൈ ഫ്ലെയിമും വേണ്ട, ഒരുപാട് ലോ ഫ്ലെയിമും വേണ്ട, മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഞാനിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ തിളയ്ക്കും തോറും എൻ്റെ ഫ്ലേവേഴ്സൊക്കെ എണ്ണയിലേക്ക് പിടിക്കും. എൻ്റെ സത്തൊക്കെ നമുക്ക് ഈ എണ്ണയിലേക്ക് പിടിക്കും. ശരിക്കും ഈ ചെറിയ ഉള്ളി നമ്മൾ നോക്കുമ്പോൾ നല്ല ക്രിസ്പായിട്ട്, നല്ല ശരിക്കും കരിഞ്ഞ പോലെ വരും കേട്ടോ. എണ്ണയുടെ കളറൊക്കെ മാറും. ചെറിയ ഉള്ളിയുടെ കളർ അങ്ങനെ എണ്ണയിലേക്ക് വരും. അപ്പോൾ ആ ഒരു പരുവ എത്തുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഒരു 10-15 മിനിറ്റ് ആവും. അപ്പോൾ ഞാൻ ഇടയിലൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ എന്തായാലും തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലേക്കാണ് ഇട്ട് വെച്ചിരിക്കുന്നത്, പക്ഷെ നന്നായി തിളയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ നോക്കൂ, കളറൊക്കെ ഇങ്ങനെ മെല്ലെ മാറി വരുന്നുണ്ട്, എണ്ണയിലേക്ക് മെല്ലെ കളറ് പിടിക്കുന്നുണ്ട്. സോ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് അവസാനം
നല്ല ക്രിസ്പി ആവുന്ന സമയത്താണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ടി വരിക. ഇപ്പം കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി കുറച്ചുകൂടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയായിരിക്കുന്നതെന്നുള്ളത്. വലിയ പ്രയാസപ്പെട്ട പണിയൊന്നുമില്ല. നമ്മൾ സാധാരണ സവാളയും ചെറിയ ഉള്ളിയൊക്കെ വതക്കിയെടുക്കില്ലേ, അതേപോലെ തന്നെയാണ്. നല്ല ക്രിസ്പായിട്ട് ചെറിയ ഉള്ളിയുടെ കളർ ശരിക്കും കരിഞ്ഞ പോലെ വരണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലേ അതിൻ്റെ ആ സത്ത് മുഴുവൻ അതിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ആയിട്ടുണ്ട്. കാണുമ്പോൾ കരിഞ്ഞ പോലെ ഉണ്ടാവും, കാരണം ഇത് ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെയും കൂടെ കളറ് വരും. പക്ഷെ നല്ല കിരികിരാന്നാണ് കേട്ടോ അപ്പോൾ ഇരിക്കുന്നത്. കണ്ടോ, തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇനി ഇത് നല്ല ചൂടുണ്ട്. ചൂടാറിയ ശേഷം നമുക്ക് ഒരു അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് എണ്ണ മാത്രം എടുക്കാം. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. ചൂടക്കറി അരിച്ച ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എണ്ണ കാച്ചിയെടുത്തത് കുറച്ച് അരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ബാക്കി അരിക്കാൻ വെച്ചിരിക്കുകയാണ്. അരിപ്പയിൽ കൂടെ വെച്ചിരിക്കുകയാണ്. അപ്പം ബാക്കി എണ്ണ തെളിഞ്ഞ് വരുന്ന അനുസരിച്ച് നമുക്ക് കുപ്പിയിലേക്ക് വെക്കണം. അപ്പം ഈ ഒരു കുപ്പിയിലേക്കുള്ളത് എന്തായാലും ആയിട്ടുണ്ട്. അപ്പം ഇതാ കണ്ടോ, ശരിക്കും ആ ഉള്ളിയുടെ കളറാണ്. നോക്കൂ, മണവും അത്ര വൃത്തിയായിട്ട മണമൊന്നുമില്ല കേട്ടോ. നല്ല എനിക്ക് ഇഷ്ടമുള്ള മണമാണ്. ആ കാച്ചിയെണ്ണയുടെയും ഒക്കെ മണം തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് വലിയ ബാഡ് മണമൊന്നും വരുന്നില്ല. അപ്പം എന്തായാലും ഉണ്ടാക്കിയിട്ട് തലയിലൊക്കെ തേച്ച് നോക്കൂ. മുടിയൊക്കെ നന്നായിട്ട് വളരട്ടെ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.